അവകാശ സമരങ്ങൾ ആകാശമെത്തിച്ച നേതാവേ, അടരാടി പോരാടി അവകാശ സമരങ്ങൾ ആകാശമെത്തിച്ച നേതാവേ, പുന്നപ്രയിൽ ജനിച്ച സഖാവേ, പുന്നപ്രയിൽ ജനിച്ച സഖാവേ, അഭിവാദ്യം അഭിവാദ്യം ആയിരം ആയിരം അഭിവാദ്യം 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 ആയിരം ആയിരം അഭിവാദ്യം സഖാവിനു നേരാ VS-നു നേരാ സഖാവിനു നേരാ VS അച്യുതാനന്ദനു നേരാ അഭിവാദ്യ പുഷ്പങ്ങൾ കേരള മണ്ണിനി നേരാ. പുരോഗമിക്കുകയാണ്. 1 മണിക്കൂറാണ് അവിടെ സമയം നിശ്ചയിച്ചിരിക്കുന്നത്. എന്നാൽ ഇത്രയധികം ആളുകൾക്ക് ഒരു നോക്ക് കാണാൻ അവസരം കൊടുത്താൽ എത്ര സമയം കൂടുമെന്ന് നമുക്കറിയാം. പ്രധാനമായിട്ടും ഇത്രയധികം കൂടുതൽ ആൾക്കാരെ ഉൾക്കൊള്ളാൻ പോലീസ് റിക്രിയേഷൻ ക്ലബിന് ആയിരിക്കും കൂടുതൽ പോലീസ് റിക്രിയേഷൻ ഗ്രൗണ്ടിനായിരിക്കും കഴിയുക. അതുകൊണ്ട് അവിടെയാണ് എല്ലാവിധമായ സജ്ജീകരണം ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് പൊതുജനങ്ങൾ അങ്ങോട്ട് നീങ്ങണം എന്നൊക്കെ തന്നെ നേതാക്കൾ അഭ്യർത്ഥിച്ചിരുന്നെങ്കിലും ജനങ്ങൾ വേലിക്കകത്ത് വീട്ടിലേക്ക് ഒഴുകിയെത്തിയിരിക്കുകയാണ്. ഒരുപക്ഷെ ജനങ്ങളോട് നമുക്കതൊന്നും ഈ അവസരത്തിൽ പറയാൻ കഴിയില്ല. അവരുടെ ജനമനസ്സുകളിൽ എത്ര കൂടുതൽ മുറിവേറ്റ മനസ്സിലാണ് അവരവിടെ നിൽക്കുന്നത്. തങ്ങളോടൊപ്പം നടന്ന തങ്ങളുടെ എല്ലാം പ്രിയങ്കരനായ നേതാവിനിയില്ല എന്നുള്ള യാഥാർത്ഥ്യം തിരിച്ചറിയാൻ കഴിയാതെ കണ്ണീരുണങ്ങാത്ത മനസ്സുമായിട്ട് തന്നെയാണ് ഈ ആളുകൾ അവിടെ തടിച്ചുകൂടിയിരിക്കുന്നത്. അദ്ദേഹത്തിന് അന്ത്യാഭിവാദ്യം അർപ്പിക്കുവാനും അദ്ദേഹത്തിന് ഒരിക്കൽ കൂടി കാണുവാനും മാത്രമായിട്ട് എത്രയോ മണിക്കൂറുകളായി കാത്തു നിൽക്കുന്ന ജനങ്ങളാണ് ഈ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ആഷ്മി താജ് ഇബ്രാഹിം കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ആഷ്മി, ആയിരങ്ങൾ അവിടെ കാത്തു നിൽക്കുകയാണ്. അവർക്ക് പ്രിയങ്കരനായ ആത്മാവിൽ കുടിയേറ്റിയിട്ടുള്ള VS-നെ ഒരിക്കൽ കൂടി കാണുവാനും അദ്ദേഹത്തിന് കണ്ണീർ പൂക്കൾ അർപ്പിക്കുവാനും. ഉറപ്പായും എസ്കേൻ, ഇവിടെ കൂടി നിൽക്കുന്ന ആളുകളുടെ ഹൃദയം പോലെ ആകാശവും അങ്ങനെ മേഘാവൃതമായി എപ്പോൾ വേണമെങ്കിൽ അത് കണ്ണീർ പൊട്ടി വീഴാം എന്ന നിലയ്ക്ക് ഇങ്ങനെ നിൽക്കുകയാണ് കഴിഞ്ഞ കുറേ സമയമായി. ഇവിടെ ആളുകൾ കരയുന്നുണ്ട് എസ്കേൻ. ഇവിടെ ആളുകൾ വൈകാരികമായ മുദ്രാവാക്യം വിളിക്കുന്നുണ്ട്. എന്ന മുദ്രാവാക്യം അവർ വിളിക്കുമ്പോൾ അത് കേവല മുദ്രാവാക്യങ്ങൾക്ക് അപ്പുറം അവരുടെ ആഗ്രഹം പോലെ VS മരിച്ചിട്ടില്ല, ഞങ്ങളോട് ജീവിക്കുന്നു, അല്ലെങ്കിൽ VS മരിക്കാൻ പാടില്ലായിരുന്നു, ഒരു അമര വിപ്ലവകാരിയെ പോലെ ഞങ്ങൾക്കിടയിൽ എല്ലാ കാലവും ഉണ്ടാകണമായിരുന്ന ആഗ്രഹത്തിന്റെ ഒരു ഇച്ഛാഭംഗം ആ മുദ്രാവാക്യത്തിൽ കാണാം. എസ്കേൻ നോക്കൂ എസ്കേൻ, ഇവിടെ തടിച്ചുകൂടിക്കൊണ്ട് ആയിരങ്ങളാണ്, പതിനായിരങ്ങളാണ് ഇവിടുന്ന് അങ്ങേയറ്റം വരെയും അവിടുന്ന് അങ്ങേയറ്റം വരെയും, അതായത് 2 റോഡുകളുടെയും അങ്ങ് എക്സ്റ്റെൻഡ് വരെയും അവിടെ നിന്ന് അങ്ങോട്ടേക്കും ഇവിടെ നിന്ന് ഈ ക്യൂ നീണ്ട് ഒരു 2-3 കിലോമീറ്റർ നീളത്തിൽ ക്യൂ അങ്ങനെ കിടക്കുകയാണ്. ഒരിക്കൽ ഒരു പത്രം എസ്കേൻ മരാരിക്കുളം പരാജയത്തിന്റെ സമയത്താണെന്ന് തോന്നുന്നു പത്രം തലക്കെട്ടെഴുതി ദൗർഭാഗ്യങ്ങളുടെ പടത്തലവൻ എന്നതായിരുന്നു VS-നെ കുറിച്ച് ആ പത്രം എഴുതി തലക്കെട്ട്. ആ തലക്കെട്ട് എഴുതിയ ആൾ ഇപ്പോഴുണ്ടെങ്കിൽ ഈ കാണുന്ന രീതിയിൽ ഈ വൻ ജനാവലി കാണുമ്പോൾ ഉറപ്പായും അദ്ദേഹം ആ തലക്കെട്ടതിന് ഖേദിക്കുന്നുണ്ടാവണം. ദൗർഭാഗ്യങ്ങളുടെ ഒരുപക്ഷെ മരാരിക്കുളം പരാജയത്തിന്റെ കാര്യത്തിൽ അല്ലെങ്കിൽ VS ജയിക്കുമ്പോൾ പാർട്ടി ജയിക്കുമ്പോൾ VS തോൽക്കുകയും ചെയ്യുന്ന അപൂർവമായ സാഹചര്യം ഒക്കെ അവിടെ മാറ്റി നിർത്തിയ ആ തലക്കെട്ട് അത് ശരിയായിരുന്നില്ല എന്ന് ഇറ്റയാൾക്ക് തോന്നുന്നുണ്ടാവണം. ഇത്രത്തോളം മനുഷ്യനും ആ ഹൃദയത്തിൽ വെച്ച് ഹൃദയത്തിൽ വെച്ച് സൂക്ഷിച്ച, ഹൃദയത്തിൽ ആരാധിച്ച ഒരു മനുഷ്യന് യാത്ര നൽകാൻ നൂറുകണക്കിന് ആയിരക്കണക്കിന് ആളുകൾ കേവലം എത്തുക മാത്രമല്ല, അവർ ഹൃദയം കൊണ്ട് അന്ത്യാഭിവാദ്യം അർപ്പിക്കുന്നത് കാണുമ്പോൾ VS അച്യുതാനന്ദൻ ദൗർഭാഗ്യങ്ങളുടെ പടത്തലവനല്ല, VS അച്യുതാനന്ദൻ അക്ഷരാർത്ഥത്തിൽ പാവങ്ങളുടെ അടിസ്ഥാന വർഗത്തിന്റെ പടത്തലവനാണ് എന്ന് ഉറപ്പായി വ്യക്തമാകുന്നു. VS ഏത് കോസിന് വേണ്ടി നിന്നു, ആ കോസിന്റെ ഇമ്പാക്ട് അനുഭവിച്ചവർ, ആ കോസിന്റെ പോസിറ്റീവ് വശങ്ങൾ അനുഭവിച്ചവരൊക്കെയും ഇങ്ങോട്ടേക്ക് എത്തുകയാണ്.
ആയിരക്കണക്കിന് ജനങ്ങളാണ് ഇപ്പോൾ വേലിക്കകത്ത് വീടിന് മുന്നിലുള്ളത്. ഇപ്പോൾ മഴ ആരംഭിച്ചിരിക്കുന്നു. മഴയും മഞ്ഞും കാലാവസ്ഥയൊന്നും പ്രശ്നമല്ലാത്ത ജനക്കൂട്ടമാണ് അവിടെയുള്ളത്. വി എസിനെ നെഞ്ചേറ്റിയ, വി എസിനെ ആത്മാവിലേറ്റിയ ആലപ്പുഴക്കാരാണ് ഇതിൽ ഭൂരിപക്ഷവും നമ്മൾ മനസ്സിലാക്കുന്നു. കാരണം അവർക്കറിയാവുന്ന വി എസ് അച്യുതാനന്ദൻ അവരുടെ സംരക്ഷകനായിരുന്നു. ഇത്ര കാലവും അവരുടെ രക്ഷാകവചമായിരുന്നു. വേലിക്കകത്തെ വീടിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്കൊപ്പം നിതിൻ അംബുജൻ കൂടി ചേരുകയാണ്. ഈ വലിയ ജനക്കൂട്ടം ഒരുപക്ഷെ എത്രയോ മണിക്കൂറായി ഇവിടെ കാത്തു നിൽക്കുന്ന ജനക്കൂട്ടം, വി എസിനെ ഒരു നോക്ക് കാണാൻ വേണ്ടി കാത്തു നിൽക്കുന്ന ഈ ജനക്കൂട്ടം, അവർക്ക് മഴയൊന്നും ഒരു പ്രശ്നമേ അല്ല എന്ന് നമുക്ക് മനസ്സിലാകും. എത്രയോ മഴകൾ താണ്ടിയാണ് അവർ വി എസിനെ നേതാവായി കണ്ടത്. നമുക്കൊപ്പം നിതിൻ അംബുജൻ കൂടി ചേരുന്നു. നിതിൻ, ഇപ്പോൾ മഴ വന്നു, എന്താണ് അവിടെയുള്ള അവസ്ഥ? അവിടുത്തെ പൊതുദർശനം അവസാനിപ്പിക്കാനുള്ള നീക്കമാണോ? SKN വേലിക്കകത്ത് വീട്ടിൽ ഒരേ ഒരു മുദ്രാവാക്യമേ ഉള്ളൂ, വി എസ് വി എസ് വി എസ്. കണ്ണേ കരളെ വി എസ് എന്ന മുദ്രാവാക്യം പിടിച്ചാണ് 10,000-ലധികം ആളുകൾ വി എസിനെ അവസാനമായി ഒരു നോക്ക് കാണാൻ വേലിക്കകത്ത് വീട്ടിൽ എത്തിയിരിക്കുന്നത്. ഇന്നലെ പകൽ ഇവിടെ എത്തിയ ആളുകളാണ്, വി എസിനെ ഒരു നോക്ക് കാണാൻ എത്തിയ ആളുകളാണ്. സംസ്ഥാനത്തിന്റെ വിവിധ ഇടങ്ങളിൽ നിന്ന് വന്ന ആളുകളാണ്. ഏറെ വൈകാരികമായ ഒരു മണ്ണാണ് വി എസിന് ആലപ്പുഴ. നമുക്കറിയാം, കഴിഞ്ഞ മണിക്കൂറുകളിൽ തിരുവനന്തപുരവും കൊല്ലവും ജില്ലകൾ പിന്നിട്ടപ്പോൾ തന്നെ വലിയ ജനങ്ങളെ നമ്മൾ കണ്ടിരുന്നു. ഒരുപക്ഷെ വി എസിനെ ആലപ്പുഴയിലെ അന്ത്യാഭിവാദം നൽകാൻ കാസർഗോഡ് മുതലുള്ള ആളുകളാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിശ്ചയിച്ചത് ഇവിടെ 1 മണിക്കൂർ പൊതുദർശനമാണെങ്കിൽ അത് ഏറെ വൈകാൻ സാധ്യതയുണ്ട്. ഏതാണ്ട് 10 മിനിറ്റ് നേരമാണ് ബന്ധുക്കൾക്കും അതോടൊപ്പം തന്നെ മറ്റുള്ളവർക്കും നേതാക്കൾക്കും കാണാൻ വീട്ടിനകത്ത് അല്പനേരം വെച്ചു. അതിനുശേഷം ഇപ്പോൾ വീടിന്റെ മുൻവശത്ത് ഇപ്പോൾ പൊതുദർശനം നടക്കുകയാണ്. ഇവിടെ തിരക്ക് നിയന്ത്രിക്കാൻ പോലീസിനും അതോടൊപ്പം തന്നെ റെഡ് വളണ്ടിയേഴ്സിനും ഏറെ പാടുപെടുന്നത് നമ്മൾ ഈ ദൃശ്യങ്ങളിൽ തന്നെ കാണാം. ആ നിലയിലുള്ള തിരക്കാണ് ഇവിടെ വന്നിരിക്കുന്നത്. രാവിലെ പെയ്ത മഴയെല്ലാം തന്നെ അവഗണിച്ച് നിരവധി ആളുകൾ ഇവിടെ ഓരോരുത്തരും വി എസിനെ അവസാനമായി ഒരു നോക്ക് കാണാൻ ഇവിടേക്ക് വരുന്നു. 2019 ശേഷമാണ് വി എസ് ഏറ്റവും അവസാനമായി ഇവിടേക്ക് എത്തിയത്. അതിനുശേഷം ഇപ്പോൾ വി എസിന്റെ ഭൗതികദേഹവുമായി എത്തുമ്പോൾ പ്രവർത്തകർക്കെന്നല്ല സാധാരണക്കാരായ നിരവധി ആളുകൾക്ക് താങ്ങാവുന്നതിലും അപ്പുറമാണ്. നമുക്കറിയാം, നിതിൻ അംബുജനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ആയിരക്കണക്കിന് ആളുകൾ നിതിൻ അംബുജനാണ് ആയിരക്കണക്കിന് ആളുകൾ അവിടെ കാത്തു നിൽക്കുന്ന കാര്യവും അവരുടെ തപ്താശ്രുക്കളിൽ വി എസ് ജീവിക്കുന്നതൊക്കെ നമ്മോട് പറഞ്ഞത്. വി എസിന് അന്തിമവചനം അർപ്പിക്കാൻ എത്തിയ ആൾക്കൂട്ടമാണിത്. അവർ നെഞ്ചേറ്റിയ നേതാവിന് വിട നൽകാനുള്ള യാത്രാമൊഴി നൽകാനുള്ള സംഭവമാണ്. ഇതിനിടയിൽ ഓർക്കാപ്പുറത്തൊരു മഴ പെയ്തു. അപ്പോൾ എന്നാൽ മഴയൊന്നും ആലപ്പുഴക്കാർക്ക് വിഷയമല്ല എന്നറിയാം. സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ ആയിരങ്ങൾ ഇപ്പോഴുണ്ട്. പല പുഴകളായി ഒഴുകി വന്ന് വലിയ സമുദ്രമായി ആലപ്പുഴയിൽ മാറുകയാണ്. ആലപ്പുഴ എന്ന ചെറുപട്ടണത്തിൽ തങ്ങാൻ കഴിയുന്നതിനപ്പുറം ജനങ്ങൾ അവിടെ അണിചേരുമെന്ന കാര്യത്തിൽ സംശയമില്ല. തങ്ങളുടെ പ്രിയങ്കരനായ പുന്നപ്ര വയലാറിൻ്റെ സമരത്തിൻ്റെ ജനനായകൻ, അദ്ദേഹത്തിന് അന്ത്യാഭിവാദ്യം അർപ്പിക്കുവാനും അദ്ദേഹത്തിന് യാത്രാമൊഴി ചൊല്ലുവാനും എത്തിയിട്ടുള്ള ആയിരങ്ങൾ അതൊക്കെ നടത്തിയിട്ടേ പോകൂ എന്നുള്ള കാര്യം നമുക്കറിയാം. എത്രയോ മണിക്കൂറുകളായി ഇവർ കാത്തു നിൽക്കുകയാണ്. അസഹിഷ്ണുതയൊന്നും കാണിക്കാതെ തന്നെ ആയിരങ്ങൾ അവിടെ കാത്തുനിന്നു. വേലിക്കകത്തെ വീട്ടിലെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയുന്നത് പോലെ കുടുംബാംഗങ്ങൾക്കും മറ്റ് ബന്ധുജനങ്ങൾക്കും കാണുന്നതിന് വേണ്ടി വീട്ടിലുള്ള 10 മിനിറ്റ് സമയം അനുവദിച്ചിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ പുറത്തു നിൽക്കുന്ന ജനാരവത്തിൻ്റെ ആവേശം അടങ്ങുന്നില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ പുറത്തേക്ക് പൊതുദർശനത്തിന് വെച്ചതാണ് അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം. എന്നാൽ ഈ ഭൗതിക ശരീരം ഇനി ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് എടുക്കും. അവിടെ സമ്മന്നിതരായ പാർട്ടി നേതാക്കന്മാർ അദ്ദേഹത്തിന് അന്ത്യാഭിവാദ്യങ്ങൾ അർപ്പിക്കും. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള ആളുകൾ അവിടെ മണിക്കൂറുകളായി കാത്തു നിൽക്കുകയാണ്. അവിടെയും ജനങ്ങൾ അണിചേരുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഏറ്റവും അവസാനം പോലീസ് റിക്രിയേഷൻ ഗ്രൗണ്ടിലേക്ക് അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം മാറ്റും. അവിടെയാണ് കൂടുതൽ ആളുകൾക്ക് കാണാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുള്ളത്. അവിടെയായിരിക്കണം പൊതുജനങ്ങൾ എത്തേണ്ടത് എന്നുള്ള പാർട്ടി നേതാക്കന്മാരുടെ വിപ്പുകളൊക്കെ ലംഘിക്കുന്ന ജനങ്ങളെയാണ് നമ്മളിപ്പോൾ കാണുന്നത്. ജനങ്ങൾക്കൊന്നേ അറിയൂ, നമുക്ക് പ്രിയങ്കരനായിരുന്ന, നമ്മുടെ നന്മയുടെ ആവേശമായിരുന്ന വി എസ് അച്യുതാനന്ദൻ എന്ന വിപ്ലവകാരി നമുക്കൊപ്പമില്ല. കാലത്തിന് മുന്നേ ചിലപ്പോഴൊക്കെ നടക്കാൻ കഴിഞ്ഞിട്ടുള്ള വി എസ് അച്യുതാനന്ദൻ എന്ന തങ്ങളുടെ സംരക്ഷിത കവചം ഇല്ലാതായിരിക്കുന്നെന്ന യാഥാർത്ഥ്യം അവർ തിരിച്ചറിയുന്നു.